ഹലോ കൂട്ടുകാരെ, രാവിലെ 4:30 മുതൽ 7:30 വരെ ഉള്ള എൻ്റെ ജോലികൾ കാണിച്ചു തരാം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം അമ്മച്ചിക്കൊരു കാപ്പി നിർബന്ധമാണ്. ഞാൻ എൻ്റെ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ജോലികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മച്ചിക്ക് കാപ്പി വെക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വയ്ക്കും. അമ്മച്ചിക്ക് ഒരു കടും കാപ്പിയാണ് രാവിലെ വേണ്ടത്. അതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ അകത്ത് പാലൊഴിച്ചെടുക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം. ലഞ്ചിന് വേണ്ടി ഞാൻ അരി ഇടുകയാണ്. 2 ഗ്ലാസ് അരിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ 2-ൽ കൂടുതലിടും. കാര്യം നമ്മൾ ആരെങ്കിലും ഒരു ഗസ്റ്റോ ആരെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വേഗം അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഇത് റൈസ് കുക്കറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ചൂടോട് വൈകുന്നവരെ ഇരിക്കും. വൈകിട്ട് അമ്മച്ചി കഞ്ഞിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേസ്റ്റായി കളയാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പം ഈ അരി എടുക്കുമ്പോൾ കുക്കറിലാണ് അരി ഇടുന്നതെങ്കിലും ഒരിക്കലും ആ കുക്കറിൽ തന്നെ ഇത് കഴുകാൻ നോക്കരുത്. എനിക്കൊരു സ്റ്റപ്ലെയറിൻ്റെ പിന്ന് കിട്ടി. അതിന് ശേഷം അതിന് മുമ്പും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. നന്നായിട്ട് അരി നല്ലപോലെ ഒരു 10 തവണയെങ്കിലും അരി കഴുകണം. കാര്യം ഇപ്പോഴത്തെ കെമിക്കലൊക്കെ നമ്മൾ അരി പൂക്കാതിരിക്കാനും ഒക്കെ ഒരുപാട് കെമിക്കലൊക്കെ അരിയിൽ ചേർക്കുന്നുണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയാണ്. നമുക്കുണ്ട വയറിനൊക്കെ വളരെ ദോഷം ചെയ്യുന്ന സാധനങ്ങളാണ് ഈ അരിയിലൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് കഴിവതും അത്രയും ചെയ്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കാനും കൂടെ ധൃതിയിൽ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സ്റ്റപ്ലെയറിൻ്റെ പിന്ന് അതൊക്കെ നമ്മുടെ കുടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഇതെല്ലാം ഒരുപാട് കമ്പനിയിൽ നിന്നൊക്കെ ഇങ്ങനെ നേരിട്ട് വരുന്നതല്ലേ. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. പിന്നീട് ഒരു കാര്യം വന്നതിന് ശേഷം അതിൻ്റെ പുറകെ നടക്കുന്നതിൽ നല്ല വരാതിരിക്കാൻ നമ്മൾ ഒരു കരുതൽ അത്രമാത്രം. അതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ, പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ വെച്ച് അടുപ്പിൽ വെച്ച് അത് പറ്റിക്കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഞാൻ അമ്മച്ചിക്കുള്ള കാപ്പി എടുത്തു മാറ്റി. അമ്മച്ചിക്ക് മധുരമൊക്കെ കുറച്ച് മതി. ആ കാപ്പി എടുത്തതിന് ശേഷം കൂടുതൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കി പാലൊഴിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നോക്കണം. ഫ്രിഡ്ജ് തുറക്കാൻ വന്നപ്പോൾ എൻ്റെ ആയുവിൻ്റെയും അനന്തൻ്റെയും വിരുന്നുകളാണ് ഈ കാണുന്നത്. അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അതിന് നമ്മളൊന്നും എതിര് പറയാറില്ല. അത് വൃത്തിയായിട്ട് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഒരുപാട് മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ എനിക്ക് പാവയ്ക്കയാണ് കിട്ടിയത്. പാവയ്ക്ക അവർക്ക് 2 പേർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പാവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾ പാവയ്ക്ക അത് ലഞ്ചിന് കൊണ്ടുപോകും. പാവയ്ക്ക വെറുതെ കൊടുത്താലും അവർ കഴിച്ചോളും. ഇങ്ങനെ വെറുതെയൊക്കെ കൊടുക്കുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയായിട്ട് നമ്മൾ തിന്നുമ്പോൾ അതിനൊരു രുചി വരും. അങ്ങനെയാണ് നമ്മൾ അവരെ ആദ്യമേ തുടങ്ങേണ്ടത്. പിന്നെ ഈ ഉപ്പിട്ടൊക്കെ കഴുകേണ്ട ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷാംശമൊക്കെ ഉണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്ന് നല്ലപോലെ ഉലച്ചെടുത്തൊക്കെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. കുറേയൊക്കെ പോകും. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയും. പിന്നെ ഞാൻ പച്ചമുളകൊക്കെ അധികം ചേർക്കാറില്ല. കുറച്ച് എരിവേ ഞാൻ ചേർക്കാറുള്ളൂ. പിന്നെ മുരിങ്ങയ്ക്ക തീയൽ വയ്ക്കാൻ വേണ്ടിയാണ്. ഇത് മുരിങ്ങയ്ക്ക തീയൽ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ജോലിയും എളുപ്പമാകും. കാര്യം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. ആ ദോശയ്ക്ക് മുരിങ്ങയ്ക്ക തീയൽ വെച്ച് കഴിക്കും. ഇവരുടെ സ്കൂളിലെ ഈ ലഞ്ച് ബോക്സൊക്കെ തുറക്കുമ്പം ടീച്ചേഴ്സൊക്കെ ചോദിക്കും, ആനന്ദനുമായും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുമെന്ന്. അത് കുട്ടികളെ അവർ പോലും അറിയാതെ ഇങ്ങനെ രുചികൾ അവരെ പഠിപ്പിച്ച് കൊണ്ടുപോകണം. 2 പേരെയും ഒരേ ആഹാരം കഴിക്കാനും ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ ശീലിപ്പിച്ചാൽ അങ്ങനെ ആകും. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ അമ്മയുടെ മുമ്പിൽ ഇത്രയും സമയമുള്ളൂ, 2 പേരും ഇത് കഴിക്കണം. ഒരുപാടൊന്നും ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നമ്മൾ കുറച്ച് പറയുമ്പം 1-2 ഒരു 10 കാര്യം പറയുമ്പോൾ ചിലപ്പം 3-4-5 കാര്യങ്ങൾ അവരെടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അവർ പോലും അറിയാതെ അവരെ അതിലോട്ട് കൊണ്ടുവരണം. ഞാനിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ കറി വെക്കുന്ന കാര്യമെല്ലാം ഞാനതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ ഒരു അമ്മമ്മ ആയതുകൊണ്ടാണ് എനിക്ക് ഇതേക്കുറിച്ച് കൂടുതലായിട്ടും പിള്ളേരുടെ കാര്യം പറയാൻ പറ്റുന്നത്.
അവരെ നമ്മളെ നല്ല കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ മോളുടെ അടുത്ത് പറയും ചെറിയ വാഗ്ദാനങ്ങൾ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയത് തേങ്ങ ഇങ്ങനെ അത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വറക്കുന്നത്. ക്രഷ് ചെയ്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ വേഗം വറുത്ത് മൂത്ത് കിട്ടും. പിന്നെ ഞാനത് വേഗം അതങ്ങ് അരച്ചു എടുത്തു. അതിന് ശേഷം ഞാൻ വീണ്ടും കറിക്കുള്ളതെല്ലാം അരിഞ്ഞെടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇവർക്ക് ഈ ചിട്ടകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും കുട്ടികളെ നമ്മളുടെ കൂടെ, അത് ചെറിയ പ്രായത്തിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞാൽ ഒരു ഇതിൽ കൊണ്ടുപോരാൻ പറ്റൂ. ഒരു കുറച്ച് പ്രായം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അവരതൊന്നും കേൾക്കത്തുമില്ല. ഇങ്ങനെയുള്ള ആഹാരങ്ങളിലൊന്നും അവർ കാര്യം. ഇപ്പം ഇവർ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവർ നമ്മുടെ അടുത്തു നിന്ന് ഒരു 10-15 വയസ്സ് വരെയൊക്കെ നമുക്ക് അവരെ പിടിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം അവർ തന്നെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് കറങ്ങി കൂട്ടുകാരുടെ കൂടെയൊക്കെ അങ്ങ് പോകും. ആ സമയത്ത് അവരുടെ രുചികൾ, ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആഹാരം ഇങ്ങനെ വെജിറ്റേറിയൻ ഇങ്ങനെയുള്ളതൊക്കെ അവർ പോയി ഇപ്പം ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയാലും ആ ആഹാരം കഴിക്കുമ്പോൾ അവർ പറയും, എടാ ഇന്ന് എനിക്ക് ഇത്രയും മതി, എനിക്ക് ഇത് പിടിക്കുന്നില്ല. അങ്ങനെ അവർ തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ തന്നെ ആയിരിക്കും. കാര്യം അവരുടെ രുചികളും രീതികളും എല്ലാം ആ ചെറുപ്പത്തിൽ കിട്ടിയതാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതിനു വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിട്ടകളും അവരെ പഠിപ്പിക്കാം. ഓരോന്നും പറഞ്ഞു കൊടുക്കാം. മക്കളെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ അമ്മച്ചിയെ ഈ അനന്തൻ നല്ലതായിട്ട് ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ, അമ്മച്ചിയുടെ കൂടെ കിടക്കുന്ന ഭാഗം. അപ്പോൾ ആ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അമ്മച്ചി ഒറ്റയ്ക്കൊക്കെ കിടക്കും, പ്രായമാണ് മക്കളെ, മോനൂടെ പോയി അമ്മച്ചിയുടെ കൂടെ കിടക്കാം. അമ്മച്ചിയെ ഒരു കരുതലുണ്ട്. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചി, എൻ്റെ മകളുടെ മകനാണ് അനന്തൻ. അപ്പോൾ അത് ഈ അവൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ അങ്ങനെ വരും. അപ്പോൾ അത്രയ്ക്ക് നമ്മളെ കൊടുക്കുന്ന ചിട്ടകളാണ് അവനിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മളെ ഈ ഒരു പ്രായത്തിൽ ഞാൻ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുക, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എഴുന്നേറ്റ് ദൈവമേ എന്ന് മാത്രം പറയണമെന്ന്. ഒരുപാട് പറഞ്ഞു കൊടുത്താൽ അവനത് കേൾക്കത്തില്ല. അപ്പോൾ ദൈവമേ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം അന്നത്തെ ഒരു ദിവസം മൊത്തം അവന് ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവർ തന്നെ ആ ദിവസത്തെ ഇത് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ കഴിക്കുക, ദോശയും തീയലുമാണ് കഴിക്കുന്നത്, മുരിങ്ങയ്ക്ക തീയൽ. ഇതൊക്കെ ഇപ്പോൾ ഉള്ളവർ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ഞാനും എൻ്റെ മകളും ഒക്കെ കൊടുക്കുന്ന ചിട്ടകളാണ് അവരിൽ കൂടെ പോകുന്നത്. നമ്മളെല്ലാ കാര്യം സ്വയം പര്യാപ്തതയിലെത്തിയ ആളുടെ കണ്ടോ KG ആണ്. അപ്പം നമ്മളെ ആശ്രയിക്കാതെ അവർ ചെറുപ്പം തൊട്ടേ അവർ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് ഇവരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും നേരത്തെ തന്നെ വൈകിട്ട് എല്ലാം എടുത്തു വെച്ച് രണ്ടുപേരും നമ്മളെ ഭാരപ്പെടുത്താതെ അവരിനി വേറൊരു വീട്ടിൽ ചെന്നാലും ഈ ഒരു പ്രായം തൊട്ടേ അവർ സ്വയം പര്യാപ്തതയിലെത്തി. അത് കൊടുക്കേണ്ടത് ഒരു മാതാവാണ്. അതിന് ശേഷം ഒന്നും പ്രശ്നമില്ല, അവർ തന്നെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പ്രയാസങ്ങളപ്പം കുറഞ്ഞു വരും. ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.